ബൈബിളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഇല്ല, കോൺട്രഡിക്ഷൻ ഇല്ല. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് കോൺട്രഡിക്ഷൻ അല്ലേ? കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്നു. Yes. അടിപൊളി. മതി. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒറ്റ മിനിറ്റ് സലീം ബ്രോ, താങ്കൾ പറഞ്ഞൊരു അപ്പസ്തല പ്രവൃത്തിയില് ഇത് മറ്റേ ബോലോത്താരല്ലേ? പൊന്നു സീനെ നീ ഇപ്പൊ ഇവനായിട്ടാണ് കമ്പനി? അല്ല, കമ്പനി ഒന്നും എടാ ഇവനൊക്കെ ഡാർക്ക് സീനാണ്, വിട്ടുപിടിച്ച ഒരു വള്ളിക്കെട്ടാണ് അവൻ. മച്ചനെ പണ്ടി ബദൂരി ഉണ്ടല്ലോ. ദൈവം സൃഷ്ടിയാണ്. എങ്ങനെ? ദൈവം സൃഷ്ടിയാണ്. ആ രീതിയിൽ പറയുമ്പോൾ യഹോവയായ ദൈവം സൃഷ്ടിയാണ്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞോട്ടാണ് അവനെ. പറയൂ, അവിടെ എന്താ എഴുതിയിരിക്കണേ? അപ്പോസ്തല പ്രവൃത്തി 10:40-41. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. അപ്പസ്തല പ്രവൃത്തി 10:40-41. ഞാൻ വായിക്കുവാണ്. നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. താങ്കൾ കൊണ്ടുവരേണ്ടത് ഈ 3-ാം ദിവസം മറ്റു ആൾക്കാർക്കും പ്രത്യക്ഷപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ 500 പേർക്കോ 200 പേർക്ക് പ്രത്യക്ഷപ്പെട്ടായിട്ട് ഒരു ഇതുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ കോൺട്രഡിക്ഷൻ ആണ്. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അപ്പൊ സോൾജർ സമ്മതിച്ച് 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വചനം ഉണ്ടെങ്കിൽ കോൺട്രഡിക്ഷൻ ആണ് അല്ലേ? അതെ. വായിച്ചോ. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേരെ മരിച്ചുപോയി, മിക്കവരും ജീവിച്ചിരിപ്പുണ്ട്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ഇവിടെ എല്ലാവരും കേട്ടല്ലോ, സോൾജർ അതിലിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞ് 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള വചനം കൊണ്ടാൽ അത് കോൺട്രഡിക്ഷൻ ആണ് എന്ന് പറഞ്ഞു. തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. അല്ല, അങ്ങനെ പറഞ്ഞില്ല സലീം. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഓർമ്മശക്തി കുറയും, പ്രായമായി വരികയല്ലേ. ഫ്ലാഷ് ബാക്ക്. പ്രത്യക്ഷപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ 500 പേർക്കോ 200 പേർക്ക് പ്രത്യക്ഷപ്പെട്ടായിട്ട് ഒരു ഇതുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ കോൺട്രഡിക്ഷൻ ആണ്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഉണ്ടോ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. യോഹന്നാൻ 5:31. വായിച്ചോ. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. അപ്പൊ അതാണ് കാര്യം. ഓക്കെ, സത്യമല്ലെന്നല്ലേ വായിച്ചത്? തുറന്നു പറഞ്ഞു കൊടുത്താൽ കൃഷ്ണ. അങ്ങനെ ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല. അതാര് പറഞ്ഞു? ഇതാരാ പറഞ്ഞത്? യേശു അല്ലേ? സോറി, അത് മാത്രമേ ചോദിക്കരുത്. വെടിക്കെട്ട് പത്രത്തെ ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാമം നിങ്ങളെ പെരുക്കില്ല. എന്നോട് വായിക്കാൻ പറഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ തന്നെ പറയണോ? വെറുതെ അല്ലടാ പട്ടി നിന്നെ ആൾക്കാർ തെരഞ്ഞെടുത്ത് വെട്ടണത്. ഓക്കെ, ഇനി യോഹന്നാൻ 8:14 വായിച്ചേ. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം മുഴുവൻ വായിക്കണ്ടേ? മുഴുവൻ വായിക്കണോ? ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾക്കറിയില്ല. എന്താണ് വാക്യം? ഓഹോ, അപ്പടിയാ? അതെനിക്ക് தெரியாதே. ഞാൻ കേട്ടതുക്ക് ബദൽ ചൊല്ലേ. യേശുവിനെ കുറിച്ച് സത്യമാണോ സത്യമല്ലേ? വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. സത്യമാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. മറ്റേ സത്യമല്ലെന്നല്ലേ? അതെ. കോൺട്രഡിക്ഷൻ അല്ലേ? അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്നു. യെസ്. അടിപൊളി. മതി. അത് കേട്ടാ മതി. ഫിനിഷ്. ഫ്ലാഷ് ബാക്ക്. ബൈബിളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഇല്ല, കോൺട്രഡിക്ഷൻ ഇല്ല. കോൺട്രഡിക്ഷൻ അല്ലേ? അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്നു. യെസ്. അടിപൊളി. മതി. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ്. താനാരാ മതത്തിന്റെ കാവൽക്കാരനാ? ഒന്ന് ഇറങ്ങിപ്പോടോ. അത് കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. ഇങ്ങനത്തെ കോൺട്രഡിക്ഷൻ കൊണ്ടുവരണം. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും.
യേശു പറഞ്ഞതിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് തോമസ് കൃത്യമായി സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരും നീ എനിക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചില്ലേടാ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്.